ഹായ് ഗൈസ്, ഇന്ന് നമ്മളൊരു സ്റ്റഡി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്തായിരുന്നു, പക്ഷേ അതിൽ സ്റ്റഡി ഒന്നും കാര്യമായിട്ടില്ല. SBL എക്സാമിന് ഇനി ആകെ 4 ദിവസം കൂടി ഉള്ളൂ. 4 ദിവസം തികച്ചില്ല. ഇന്നിപ്പോൾ 26-ാം തീയതി, 3-ാം തീയതിയാണ് പരീക്ഷ. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ. ഇപ്പോൾ സമയം 7:15. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് 7 മണിക്കൊക്കെ പഠിക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാത്രി ജിമ്മിന് പോകുന്നുണ്ടാന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ ഒരു 8:30 ഒന്നും ആവാതെ എഴുന്നേക്കാറേ ഇല്ല, ഭയങ്കര ക്ഷീണമാണ്. എനിവേയ്സ് നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്ത് തുടങ്ങാം. കാരണം നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ തോന്നുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ നീച്ചെന്താ വെച്ചാൽ നമുക്കൊരു മോക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. കാരണം SBLൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഈ 3 മണിക്കൂറും കൂടി ഇത്ര എഴുതി തീർക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കറക്റ്റ് ടൈമോട് വെച്ചിട്ട് ഒരു മോക്ക് എക്സാം എഴുതാം. ഞാൻ 3 മണിക്കൂറിൽ തീർക്കും, പക്ഷേ അത് ഒറ്റ സ്ട്രെച്ചിലായിരിക്കില്ല, ഞാൻ പോസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. എൻ്റെ എക്സാമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബേസിൽ പറയാമല്ലോ. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഈ മോക്ക് എക്സാമും വന്നിട്ടില്ല, ഫാക്കൽറ്റീസ് പൊതുവേ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും വന്നിട്ടില്ല, അവരുടെ ആരും പ്രൊഡിക്ഷൻസും വന്നിട്ടില്ല. വല്ലാത്തൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾ 2 പേപ്പേഴ്സൊക്കെ ഒരുമിച്ച് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, എങ്ങനെ 2 പേപ്പർ എടുക്കണോ, ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ACC പഠിക്കുന്നവർ മാത്രമാണോ എൻ്റെ വ്ളോഗ്സ് കാണാറ്? എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു, 9:05. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ടാസ്ക് 2 എഴുതി കഴിഞ്ഞു. ടാസ്ക് 2 എന്ന് പറയുന്നത് അതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, എയും ബിയും. നമുക്ക് SBLന് ടോട്ടൽ 3 ടാസ്ക് ഉണ്ടാവുക, ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3. അപ്പോൾ അതിലേക്കാണ് മാർക്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ടാസ്കിൽ രണ്ട് ടാസ്ക് വെച്ചിട്ട്, ഓരോ ടാസ്കിൽ 2 സബ് ടാസ്ക് വെച്ചിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഇന്നലെ ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്തു, ഇന്നിപ്പോൾ ഇരുന്നിട്ട് ടാസ്ക് 2 കംപ്ലീറ്റ് ചെയ്തു. ഇനി ടാസ്ക് 3 കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ അപ്പോഴേക്കും ഇനി വർക്കിംഗ് അവേഴ്സ് ആയതുകൊണ്ട് എനിക്കൊരു 1 അവർ കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി പഠിക്കാം. അപ്പോൾ ടൈമിന് എത്ര ബാക്കിയുണ്ട് നോക്കുകയാണെങ്കിൽ 57 മിനിറ്റ് കൂടെ ബാക്കിയുള്ളത്. സോ ബാക്കി അത്രയും സമയം, ഒരു 2 മണിക്കൂർ 15 മിനിറ്റോളം ഓൾറെഡി നമ്മൾ എക്സാമിന് എഴുതിയിട്ടുണ്ട്. അത് ആ ടൈം കൊണ്ടാണ് ഞാൻ ടാസ്ക് 1ഉം ടാസ്ക് 2ഉം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും മെയിനായിട്ട് വർക്കും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ബാക്കി ടാസ്ക് 3യും കൂടി ഇന്ന് ചെയ്യാം. ഇന്ന് ഏതായാലും ഈ മോക്ക് ഫുള്ള് ചെയ്ത് തീർത്ത് ഇതിൻ്റെ റിവ്യൂവും ചെയ്ത് പിന്നെ കുറച്ച് നോട്ട്സ് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ നോട്ട്സ് എല്ലാം പ്രിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് പഠിച്ചിട്ടേ ഞാൻ ഇന്ന് കിടക്കുള്ളൂ. ഇത് ഇത്രയും ദിവസം ഉഴപ്പി നടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നമായത്. പിന്നെ ഈ മൈക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ GoProയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാസ് സോ ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ വെള്ളയപ്പവും ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിക്കൻ കറിയും കൂട്ടി 3-4 വെള്ളയപ്പവും കഴിച്ചു, പിന്നെ നല്ല ചൂട് കാപ്പിയും കുടിച്ചു. ഞാൻ ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് മെയിനായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത്. ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് വ്ളോഗിങ് തുടങ്ങിയാലോ എന്നൊരു പ്ലാൻ ഇല്ലാതില്ല. അതെന്ന് വെച്ചാൽ ഫുഡ് വ്ളോഗിങ് നല്ല സുഖമുള്ള പരിപാടിയാണ്. എവിടെയെങ്കിലും പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, കുറച്ചൊന്ന് റീച്ച് ആയി കഴിയുമ്പോൾ ആൾക്കാർ നമ്മൾ അങ്ങോട്ട് വിളിക്കും, ഇവിടെ ഒന്ന് കഴിക്കൂ, അവിടെ ഒന്ന് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓസിന് ഫുഡും കിട്ടും, കുറച്ച് പൈസയും കിട്ടും, ആവശ്യത്തിന് വീഡിയോസും ഇടാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ടാസ്ക് 3യും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനിത് ChatGPTയിലിട്ട് ഫുള്ള് 3 ആൻസർ കൂടി ഒന്ന് റിവ്യൂ ചെയ്യും. ഇല്ല, 3 ചെയ്യേണ്ട, ഒരെണ്ണം ഞാൻ ഇന്നലെ തന്നെ ചെയ്തു. അപ്പോൾ ബാക്കി 2 ഇന്ന് എഴുതിയ 2 റിവ്യൂ ചെയ്യും. പിന്നെ ബാക്കി ഉച്ചയ്ക്ക് കുറച്ച് ക്ലാസ് കാണാം, എന്തെങ്കിലും ഡിബ്രീഫ് വീഡിയോയോ അങ്ങനെ ഇതൊക്കെ കാണാം. പിന്നെ ബാക്കി രാത്രി. ഗൈസ്, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഒരിക്കലും ഒരു ജോബിന് കയറരുത്. അങ്ങനെ കയറുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലൈഫ് ഭയങ്കര ഹെക്റ്റിക് ആവും. നമുക്ക് ഈ ഒരു ടൈമിൽ ചെയ്യാൻ ആഗ്രഹമുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടാവും. അതൊരു ട്രേഡ് ഓഫ് ആണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. കാരണം ഈ ജോബിനൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആയി. അത് ചെയ്യാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് എക്സാം ആണെങ്കിലും അത് അവർ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ മാക്സിമം എല്ലാവരും പഠിക്കുന്ന ടൈം പഠിക്കുക. ഞാൻ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ പറയുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ കുറച്ചും കൂടി നന്നായിട്ട് അറിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫുള്ള് വായിച്ചു നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല.
അപ്പോൾ എഴുതാനുള്ള മൂഡ് പോയി. ഞാൻ വിചാരിച്ചു അതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കി എന്താ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ എഴുതാം. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതെൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തോ ആണ്. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അത് ചെയ്തത് പോയിൻ്റ് ആക്കി വെച്ച് എഴുതിയതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജ് ഇരുന്ന് ആൻസേഴ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ 3 ദിവസവും ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് എഴുതണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും വായിച്ച് നോക്കിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഫുൾ ആൻസർ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി ഒന്ന് കുളിക്കണം, കാരണം ആകെ മൂഡ് പോയി, നല്ല ക്ഷീണമുണ്ട്. ഇന്നലെയൊക്കെ എനിക്ക് നല്ല പനിയായിരുന്നു. ഞാൻ പിന്നെ പാരസെറ്റാമോളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഏതായാലും കുളിച്ചിട്ട് വരാം. ഇത് റെക്കമെൻഡ് ആൻസർ, ഇതെൻ്റെ ആൻസർ. അപ്പോൾ ഇത് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റും നമ്മുടെ ആൻസറിൽ എന്താണ് മിസ്സിങ്, എന്തുകൊണ്ട് നമ്മുടെ ആൻസർ ക്വാളിറ്റി ഇല്ലാത്തത്. അതേപോലെ തന്നെ ഈ ഒരു ആൻസർ, അതായത് റെക്കമെൻഡ് ആൻസർ എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്നുള്ള പോയിന്റ്സ് എടുത്തിട്ട് ഇതിലേക്കും കൂടി ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടും. ഇതിപ്പോൾ കുറച്ച് വായിച്ചപ്പോൾ തന്നെ എനിക്ക് പല പുതിയ കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റി, ഇതിൽ ഞാൻ എഴുതിയിട്ടില്ലാത്ത. ഞാനങ്ങനെ അതൊക്കെ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു അരമണിക്കൂർ പവർ നാപ്പ് എന്തെങ്കിലും എടുത്തിട്ട് ബാക്കി പഠിക്കാമെന്ന്. അപ്പോൾ ഏതായാലും തൽക്കാലം റെസ്റ്റ് എടുക്കാം, അല്ല വെറുതെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഉറങ്ങാനൊന്നും പറ്റിയില്ല, ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. ഇതിപ്പോൾ പഠിക്കാനുള്ളതുകൊണ്ട് ടെൻഷൻ കാരണം ഉറക്കമൊന്നും ശരിയാവണില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫുൾ ആൻസേഴ്സ് ഒന്ന് വായിക്കണം, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇത് മൊത്തം കൂടി വായിക്കാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ ആളെ. അപ്പോൾ ടാസ്ക് 1ഉം ടാസ്ക് 2ഉം ഒന്ന് വായിക്കാം, കാരണം അത് ഇന്നലെ എഴുതി തീർത്താണല്ലോ. എന്നിട്ട് ബാക്കി എന്താ വെച്ചാൽ നോക്കാം. ടാസ്ക് 2 വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം 2:30 ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബാക്കി രണ്ട് ടാസ്കുകളും കൂടി വായിക്കാം. അതിന് വന്നാൽ ഞാൻ എഴുതി വെച്ച ടാസ്ക് 2 ഉണ്ടല്ലോ, അതിൻ്റെ ആൻസർ ഒന്ന് ChatGPTക്ക് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്ന് റിവ്യൂ ആട്ടെ. ഈ ബോർഡർ ലൈൻ പാസ്സായിട്ടില്ല. പിന്നെ റിവ്യൂ ചെയ്ത് ആ ആൻസറൊക്കെ ഒന്ന് വായിച്ച് സെക്കൻഡ് മോക്ക് ഉണ്ട്, അത് നാളെ ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യുക എക്സാം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, കാരണം നമുക്ക് അറിയാലോ ആകെ 4 ദിവസം കൂടി ഇല്ല എക്സാമിന്. ഇന്നിപ്പോൾ 26-ാം തീയതി, 3-ാം തീയതിയാണ് എക്സാം. ഈ മാസം 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പം ഇനി ആകെ നമുക്ക് 4 ദിവസം തികച്ചില്ല. സോ ഇത് എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോ തന്നെ ഞാൻ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നമ്മളങ്ങനെ ഒരാഴ്ചയും കൊണ്ട് എക്സാം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാനത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നാളത്തെ വ്ളോഗ് എടുക്കണോ എന്താണെന്ന് ഞാൻ ഇത് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം. ലഞ്ചിന് നല്ല ചോറും മോരുകറിയും അച്ചാറും പയറും അടിപൊളി ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി നല്ലൊരു ലഞ്ചും കഴിച്ച് ഒരു മൂസമ്പി എടുത്തിട്ട് വന്നു, ഒന്ന് ഫ്രഷ് ആവണമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ടാസ്ക് 2ൻ്റെ ബിയും ഇപ്പോൾ ഇരുന്ന് വായിച്ചു ആൻസർ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ടാസ്ക് 2ൻ്റെ ബി എഴുതിയിട്ടുണ്ട്, ബാക്കിയൊന്നും വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഒരു 1/2 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് ടാസ്ക് ബി ഒന്ന് എഴുതിയിട്ട് അത് വായിക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താ ചെയ്യേണ്ടതെന്ന് കുറച്ച് നേരത്തിൽ വായിച്ചപ്പോഴേ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതല്ലാത്ത വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇരുന്നിട്ട് ഒന്നെങ്കിൽ അത് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയി നോട്ട്സ് പ്രിൻറ്റ് ചെയ്ത് വരും വൈകിട്ട്. അപ്പോൾ അതിരുന്ന് വായിക്കണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഏതായാലും. ഇപ്പോൾ ഏതായാലും കയറി കിടന്നുറങ്ങാം. ശരി. 4:40 ആയപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ പ്രിൻ്റ് എടുക്കാൻ പോവാം? രാവിലെ അതെടുത്ത് വെച്ചാൽ മതിയായിരുന്നു. ഇതാണ്, ഒന്നും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത് ഗൈസ്. ഇനിയിപ്പോൾ പ്രിന്റ് വേണ്ട, ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കി തന്നെ ഇരുന്ന് എഴുതാം. ഞാൻ പിന്നെ വിചാരിച്ചു നല്ലൊരു ചായ ഇട്ട് പുറത്ത് പോയി കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിക്കാമെന്ന്. ഇപ്പം മഴ പെയ്തിട്ടൊക്കെ കുറേ കാലമായി. ഇവിടെ ആണെങ്കിൽ പൊരിഞ്ഞ ചൂട്. തെറ്റിദ്ധരിക്കേണ്ട, മഴ ആസ്വദിക്കുന്ന ഫേസാണത്, ആസ്വാദനത്തിൻ്റെ ഫേസ്. ഏതായാലും ആസ്വാദനമൊക്കെ നിർത്തി പെട്ടെന്ന് വായിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ടൈം കളഞ്ഞാൽ എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതേപോലെ ആസ്വദിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ, കാരണം ഈ ക്വസ്റ്റ്യൻ ഒന്നും വായിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല. അപ്പോൾ ChatGPTയോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ അത് ശരിയായി. ഞാൻ പോയി പ്രിൻ്റ് എടുത്ത് വന്നിട്ട് ഇവർ പറയുന്ന പോയിന്റുകളൊക്കെ അതിലും കൂടി എഴുതി വെക്കണം. നമ്മളെപ്പോഴും ഈ കമ്പ്യൂട്ടർ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര തലവേദന. അപ്പോൾ കുറച്ച് ബുക്ക് ഉണ്ടെങ്കിൽ കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് വായിക്കാമല്ലോ. അപ്പോൾ എന്നാൽ വേഗം പോയി കുറച്ച് പ്രിൻ്റ് ഔട്ട്സ് എടുത്തിട്ട് വരാം.
വണ്ടിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നോ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ എനിക്ക് എക്സോസ്റ്റ് മാറ്റാനും ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ പക്ഷേ MVD ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു പേടി. അങ്ങനെ ഞാൻ താഴെ ഷോപ്പിൽ വന്നിട്ട് എല്ലാത്തിനും പ്രിൻ്റ് എടുത്തു. കാശിഫ് കമ്രാൻ്റെ നോട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഹസാൻ ദോസാനിയുടെ നോട്ട്സ് ഉണ്ട്, നമ്മുടെ ഫാക്കൽറ്റീൻ്റെ തന്നെ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇന്നൊരു കലക്ക് ഞാൻ കലക്കും. ഈ സിലിണ്ടർ കൊണ്ടുപോയിട്ട് ആ വീട്ടിൽ വെച്ചാൽ അവിടെ നമുക്ക് വേറെ സിലിണ്ടർ കിട്ടും. അതാണ് ഗെയിം. ഓക്കെ, ഇപ്പോൾ നമുക്കങ്ങനെ വർക്കൗട്ട് എന്ന് പറയാൻ മെയിനായിട്ട് ഇതൊക്കെ തന്നെ ഉള്ളൂ. വീട്ടിൽ ഓരോ സാധനങ്ങൾ ചെയ്യുക, അതേപോലെ തന്നെ ഒരു 10-20 മിനിറ്റ് നടക്കും ഡെയിലി. ഇനിയിപ്പോൾ SBL എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേണം സ്ഥിരമായിട്ട് ജിമ്മിനൊക്കെ പോയി തുടങ്ങാൻ. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നു. ഇനി നമ്മൾ എടുത്ത ആ നോട്ട്സ് ഫുള്ളായിട്ട് വായിക്കണം, പഠിക്കണം. ഇതിലാണ് എൻ്റെ പ്രതീക്ഷ. ഇത് മൊത്തം വായിച്ചാൽ ഓൾമോസ്റ്റ് പാസ്സാവുന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്തൊക്കെ ലാപ്ടോപ്പും PDF ഒക്കെ വന്നു പറഞ്ഞാലും ബുക്ക് നോക്കി വായിക്കുക എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഫീലാണ്. പെട്ടെന്നൊരു കണക്ഷൻ കിട്ടും. അതായത് ഒന്ന് എഴുതി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ പേപ്പർ ഒന്ന് തൊട്ട് പഠിക്കുമ്പോഴോ നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഈ ലാപ്ടോപ്പിനെക്കാട്ടിലൊക്കെ ബുക്കിൽ തന്നെ നോക്കി പഠിക്കുന്നതാണ്. ഇപ്പോൾ സമയം 8:30 ഇതിലിപ്പോൾ ഞാൻ 9 പേജ് വായിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ആകെ 2 പേജും കൂടിയുള്ളൂ. 2 പേജ് എന്ന് പറഞ്ഞാൽ ഈ പേജും കൂടിയുള്ളൂ. അപ്പോൾ അതും കൂടി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം 10 പേജുണ്ട്. ഇതും കൂടി വായിച്ചാൽ ഇന്നത്തെ നമ്മുടെ പണി ഞാൻ ഓൾമോസ്റ്റ് നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നാളെ എഴുന്നേറ്റ് ഒരു മോക്ക് കൂടി എഴുതണം, മറ്റന്നാൾ ഒരു മോക്ക് എഴുതണം. ഇനി എല്ലാ ദിവസവും ഓരോ മോക്ക് വെച്ച് കിട്ടുന്നത്ര മോക്ക് എഴുതണം. പിന്നെ ഈ റീസണിങ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വായിക്കണം. അത്രയാണ് എൻ്റെ ഇനിയുള്ളൊരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നടന്നിട്ടൊക്കെ വരാം. ഭയങ്കര കുറേ നേരം ഇരുന്നിട്ടേ പുറമേ എനിക്കുന്നു. നിങ്ങൾക്കും ഇതേപോലെ പഠിക്കുമ്പോൾ മടുപ്പ് വരും, പുറം വേദന വരും, ക്ഷീണം വരും. ആ ടൈമിലൊക്കെ ബുക്ക് അവിടെ വെച്ചിട്ടേ പോകാതെ കുറച്ച് നേരം നടന്നു നോക്കുക, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെച്ചിങ് ചെയ്ത് നോക്കുക, കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ച് നോക്കുക. അത് നല്ലൊരു ടിപ്പാട്ടോ. ലൈക്ക് നിങ്ങൾക്ക് കുറച്ച് നാരങ്ങ വെള്ളത്തിൽ പഞ്ചസാരയും ഉപ്പും ഇടണം. ഇത് രണ്ടും കലക്കി നല്ല തണുപ്പിലൊരു നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ലപോലെ ക്ഷീണം കുറയും. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബാക്കി പഠിക്കാൻ. ഡിന്നറിന് ഇറച്ചി മീനൊന്നും ഇല്ല കേട്ടോ. ഉച്ചയ്ക്കത്തെ ആ പയർ, ചോറ്, മോരുകറി, പപ്പടം, പിന്നെ എഗ്ഗിൻ്റെ ഒരു സ്ക്രാമ്പിൾ ചെയ്ത് എന്തോ ഒരു സാധനം. അപ്പോൾ അതൊക്കെ വേഗം കഴിച്ച് ഇനി കുറച്ച് നേരം ഡോഗ്സിനെ വിടണം. അതേപോലെ തന്നെ അതിന് ഫുഡും കൊടുക്കണം. ഞാൻ എത്ര സമയം ഇല്ലെങ്കിലും ഡെയിലി ഇതുങ്ങളൊരു 5 മിനിറ്റെങ്കിലും പുറത്ത് വിടും കേട്ടോ. കാരണം ദിവസം മൊത്തം ഈ കൂട്ടിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. കുറച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നല്ലൊരു കടുപ്പത്തിൽ കട്ടൻ കാപ്പി എടുത്തു. അതേപോലെ തന്നെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടായിരുന്നു ഓയിൽ പുള്ളിങ് ചെയ്യുന്നത്. ലൈക്ക് വായിൽ ജസ്റ്റ് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് കുലുക്കുഴിയുക. അപ്പോൾ എന്തായാലും അവിടെ ഓയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എടുത്തു ഓയിൽ പുള്ളിങ് ഒക്കെ ചെയ്ത് നോക്കി. നല്ല പെയിനാണ് കേട്ടോ. ഇപ്പോൾ സമയം 10:30. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു 10:11 ആകുമ്പോൾ കിടക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇനി പോയി സ്കിൻ കെയറും ബ്രഷിങ്ങും ഒക്കെ ചെയ്ത് വന്നിട്ട് ഈ ഒരു 10 പേപ്പറിൽ എത്രയാണോ മാക്സിമം പഠിക്കാൻ പറ്റുന്നത് അത്രയും പഠിക്കണം. അല്ല, കൂടുതൽ അങ്ങ് സ്ട്രെച്ച് ചെയ്യുന്നില്ല. കാരണം അതൊരു കാര്യമില്ല, എനിക്ക് രാവിലെ എഴുന്നേക്കാനുള്ളതല്ലേ ഞാൻ. ഈ ഒരു സാധനമൊക്കെ ഇപ്പോൾ ഒരു 2 ആഴ്ച ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ ഒരു 6 മാസം വരെ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു കുപ്പിക്ക് 900 രൂപ, 2 ആഴ്ച കൊണ്ട് ഇത്രയും കഴിഞ്ഞു. ഇത് 2.5 മാസത്തോളം നിൽക്കും. പ്രൊമോഷൻ നല്ലതാണ്, ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിള്ളേരെ അപ്പോൾ ഹെയർ ഫാളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, അത് മാറ്റുക. കൊഴിഞ്ഞു പോയ പിന്നെ മുടി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയാലോ, നല്ലോണം നെറ്റി കയറും. നല്ല ക്ഷീണമുണ്ട്, എന്നാലും ഇത് അങ്ങനെ ഒരുപാടില്ലാന്ന് തോന്നും. ലൈക്ക് എല്ലാത്തിലും പകുതി വരെയൊക്കെ ഉള്ളൂ. അപ്പോൾ മാക്സിമം പറ്റുന്നത്ര ഒന്ന് വെറുതെ റഫായിട്ടൊന്ന് വായിച്ചു വിടാം. ഇന്നൊക്കെ അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനും പറ്റി, അതേപോലെ തന്നെ വർക്കും കൊണ്ടുപോകാൻ പറ്റി. പിന്നെ ഷോപ്പിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എന്തായാലും ഒരു എക്സാം കഴിയുന്ന വരെ അതിലൊരു ബ്രേക്ക് ഇട്ടിരിക്കുക. നമുക്കെല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളും അതേപോലെ നിങ്ങൾക്ക് പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. സമയം ഇപ്പോൾ 11:30 ആ ഒരു കാപ്പി കുടിച്ചുകൊണ്ട് കുറച്ച് സമയം കൂടി എക്സ്ട്രാ കിട്ടി. പക്ഷേ ഇപ്പോൾ തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ എഴുന്നേറ്റ് ബാക്കിയും കൂടി പഠിക്കാം. ഇപ്പോൾ ലേറ്റ് ആയിട്ട് ഇരുന്നാൽ നമ്മളൊന്നാമത്തെ ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇന്നത്തെ സമയം ഇരുന്നോന്ന് വെച്ച് ഇരിക്കുകയും ചെയ്തു. പക്ഷേ എന്തെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ സ്റ്റഡി വ്ളോഗ് അവിടെ നിർത്തുകയാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി ഇന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാവുമല്ലോ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് എക്സാമാണ്. അപ്പോൾ അന്ന് ഞാൻ എക്സാം ഡേ വ്ളോഗ് ഇടും. അത് ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ആയിട്ടായിരിക്കും മിക്കവാറും ഇടുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തില്ലെങ്കിൽ
ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഇപ്പോൾ തന്നെ കയറി ഫോളോ ചെയ്തോളൂ. ഞാൻ അവിടെ അത്യാവശ്യം ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ എത്തുക. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.